മഹബ്ബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് ഞാൻ ചർച്ചക്കെടുത്ത വിഷയം മഹബ്ബത്ത് നബിയാണ്. നബിനെ പ്രേമിക്കുക, നബിനെ സ്നേഹിക്കുക, നബിനെ ഇഷ്ടം വെക്കുക എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ. എന്നാൽ ഈ മഹബ്ബത്ത് നബിയെ കുറിച്ച് എന്താണ് കിതാബുകളിലുള്ള ചർച്ച? അതാണ് ഇന്ന് എന്റെ സഹോദരന്മാർക്ക്, പ്രിയ പണ്ഡിതന്മാരുടെ മുന്നിൽ ഞാൻ ചർച്ചക്കിടുന്നത്. ഇന്നലെ വരെ നമ്മൾ ചർച്ച ചെയ്ത് നമുക്കറിയാമല്ലോ, ഇനി എത്രയോ അമാനുഷിക ശക്തികൾ പറയാനുണ്ട്. ജീവജാലങ്ങൾ വന്ന് സഹായം തേടിയതുണ്ട്, ശഫാഅത്തിന് തേടിയതുണ്ട്, തവസ്സുൽ നടത്തിയതുണ്ട്. നബിന്റെ ചിരി, നബിന്റെ ശരീരവാസന, വിയർപ്പ്, ഇതൊക്കെ ചർച്ച ചെയ്യാനുണ്ട് ഇൻഷാ അല്ലാഹ്. അതൊക്കെ പിന്നെ ചർച്ച ഓരോ ഘട്ടത്തിനനുസരിച്ച് ഇങ്ങനെ വരും. ഇനി നമുക്ക് മഹബ്ബത്ത് പറയാം. നീ ഒന്ന് അറിയണം, അന്ന മഹബ്ബത്തഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫർളു ഐനിൻ അലാ കുല്ലി മുസ്ലിമിൻ. മുസ്ലിമായ എല്ലാവരുടെ മേലും ഫർള് ഐനാണ്, ബാധ്യതയാണ് ഓരോരുത്തർക്കും നബിയെ സ്നേഹിക്കൽ എന്നാണ് പണ്ഡിതന്മാരുടെ മൊഴി. ഇപ്പോൾ ഞാൻ വായിച്ച ഇബാറത്ത് ഇബ്തിഗാഉൽ മുസ്ലിം എന്ന് പറയുന്ന കിതാബുണ്ട്, 33-ാം പേജിൽ അത് കാണും. ഇനി ഇവിടെ മനസ്സിലാക്കാനുള്ളത്, നബിനെ പ്രേമിക്കൽ ഫർള് ഐനാണെന്ന് കിട്ടിയല്ലോ. എന്നാൽ ഈ മഹബ്ബത്തിന്റെ അർത്ഥം എന്താണ്? എന്താണ് അതിന്റെ ഹഖീഖത്ത്? അത് ചർച്ച നടന്നിട്ടുണ്ട്, അത് നമ്മൾ അറിയേണ്ടതുണ്ട്. നമ്മൾ മഹബ്ബത്ത് നബി എന്നങ്ങനെ പോകാറുണ്ട്. മഹബ്ബത്തിനെ പറ്റി മനസ്സിലാക്കണമല്ലോ. ഈ മഅനൽ മഹബ്ബത്തി ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹഖീഖതിഹാ, നബി തങ്ങളെ സ്നേഹിക്കുക, ഇഷ്ടം വെക്കുക എന്നതിന്റെ അർത്ഥം എന്ത്, അതിന്റെ ഹഖീഖത്ത് എന്ത് എന്ന വിഷയത്തിൽ ഇഖ്തലഫൻ നാസു, പണ്ഡിതന്മാര് ഭിന്നാഭിപ്രായത്തിലായിട്ടുണ്ട്. എന്ത് വിഷയത്തിൽ? ഫീ തഫ്സീർ മഹബ്ബത്തില്ലാഹി തആല മഹബ്ബത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങളെ സ്നേഹിക്കുക, അള്ളാഹനെ ഇഷ്ടം വെക്കുക എന്നതിന്റെ വ്യാഖ്യാനത്തിൽ പണ്ഡിതന്മാര് അവരുടെ അറിവനുസരിച്ച് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും വ്യാഖ്യാനം ഒന്നല്ല, അർത്ഥത്തിൽ ഒന്നായി വരുന്നുണ്ടെങ്കിലും മാറ്റങ്ങളുണ്ട്. നോക്കാം. കസൂറത്ത് ഇബാറാത്തുഹും ഫീ ദാലിക, ആ മഹബ്ബത്തിനെ വിശദീകരിക്കുന്നതിൽ പണ്ഡിതന്മാരുടെ ഇബാറത്തുകൾ അധികമായി വന്നിട്ടുണ്ട്. നമുക്ക് ഇൻഷാ അല്ലാഹ് ഒരു 4-5 എണ്ണം നമുക്ക് ചർച്ച ചെയ്ത് നോക്കാം. ഒരു 5 വിധത്തിൽ നമുക്ക് തഫ്സീറൂടെ പറയാം. അത് 5 നമുക്ക് വേണ്ടത് തന്നെയാണ്, അതുകൊണ്ട് എടുത്തു പറയുകയാണ്. 1, വഖാല സുഫിയാനു, സുഫിയാൻ എന്നവരുടെ അഭിപ്രായം പറയുന്നുണ്ടോ, അൽ മഹബ്ബത്തു, നബിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ഇത്തിബാഉ റസൂൽ എന്നാണ്, നബിനോട് പിൻപറ്റുക. നബിനോട് പിൻപറ്റുക എന്ന് പറഞ്ഞാൽ ഫി അഖ്വാലി വ അഫ്ആലി വ കുല്ലി മാ ജാഅ ബിഹി അനില്ലാഹ്, നബി തങ്ങൾ അല്ലാഹനെ തൊട്ട് എന്തെല്ലാം കൊണ്ടുവന്നു അക്കാര്യത്തിൽ നബിന്റെ വാക്കുകൾ, പ്രവർത്തികൾ, ഇതിലെല്ലാം നബിയോട് പിൻപറ്റുക. സാധാരണ നമ്മൾ എല്ലാവരും പറയുന്ന ഒന്ന് തന്നെയാണ് ഈ തഫ്സീർ. അപ്പൊ നല്ലൊരു നിലയിൽ എന്നായിരിക്കാം എന്ന് പറഞ്ഞാൽ ഹുസ്നുൽ മുതാബഅത്തി വ മുദാവത്തുൽ മുവാഫഖത്തി ലിസ്വാഹിബി റിസാല, മുത്തുനബി തങ്ങളോട് നല്ല നിലയിൽ പിൻപറ്റണം. എങ്ങനെയെങ്കിലും പിൻപറ്റി നമുക്ക് കാര്യമല്ല. മുത്തു റസൂൽ റിസാലത്തുള്ള ആളാണ്. അപ്പൊ ആ റിസാലത്തിന്റെ ഉടമയോട് യോജിക്കുന്ന രീതിയിലുള്ള നിത്യേനുള്ള എന്ത് വേണം? ഒരു സ്നേഹം എപ്പോഴും വേണം, നിത്യേന വേണത്, മുറിഞ്ഞു പോകാൻ പാടില്ല. ഇങ്ങനെയുള്ള ഒന്നിനെ കൊണ്ടാണ് മഹബ്ബത്ത് എന്ന് പറയുക എന്നാണ് സുഫിയാൻ എന്നവർ പറയുന്നത്. അതൊരഭിപ്രായം. 2, വഖാല ബഅദുഹും, ചില പണ്ഡിതർ വിശദീകരിച്ചത് മഹബ്ബത്തുർ റസൂൽ, മഹബ്ബത്തുർ റസൂൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഇഅ്തിഖാദു നുസ്റതിഹി എന്ന, റസൂലുള്ളയെ സഹായിക്കലിനെ വിശ്വസിക്കുക, റസൂലുള്ളാന്റെ നുസ്റത്തിനെ വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ഇഅ്തിഖാദു വുജൂബി നുസ്റതി ദീനിഹി വ മില്ലത്തിഹി, റസൂലുള്ള കൊണ്ടുവന്ന മാർഗം, റസൂലുള്ള കൊണ്ടുവന്ന ദീൻ, അതിനെ സഹായിക്കൽ വുജൂബാണെന്ന് വിശ്വസിക്കണം. അപ്പോഴേ എന്താവുള്ളൂ? മഹബ്ബത്ത് ഉണ്ടാവുകയുള്ളൂ എന്ന്. അത് രണ്ടും ശരി തന്നെയല്ലേ? മാത്രമല്ല ഒരു വാക്കിരിയും കൂട്ടാനുണ്ട്. എന്ത്? വസ്സബ്ബി അൻ സുന്നത്തിഹി, മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നടപടിക്രമങ്ങളെ മരിപ്പിച്ച് കളയൂടെ, ആ സുന്നത്തിനെ നശിപ്പിക്കും. അങ്ങനെ നശിപ്പിക്കുന്നതിനെ തടുക്കണം, അത് നശിപ്പിക്കാൻ പാടില്ല. ഇതുണ്ടായി, ഇതും വിശ്വസിക്കണം
ഇതൊക്കെയാണ് എന്ത് റസൂലുള്ളാഹിയുടെ മഹബ്ബത്ത് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്ന് ചില പണ്ഡിതന്മാർ വ്യാഖ്യാനം. വൽ ഇൻഖിയാദു ലഹ, അത് മാത്രമല്ല മുത്തുനബി തങ്ങളുടെ സുന്നത്ത് മില്ലത്ത് ആ ശരീഅത്ത് അനുസരിച്ചുകൊണ്ട് കീഴ്പ്പെട്ട് ഒതുങ്ങി ജീവിക്കണം. ഇങ്ങനെ വരുമ്പോഴാണ് നബിയുടെ മഹബ്ബത്ത് ഉണ്ടാവുകയുള്ളൂ. ഇത് രണ്ട്. തീർന്നിട്ട് അതിന്റെ ബാക്കി ഇനിയും തുടരുകയാണ്. പിന്നെ വഹബിയ്യത്തു മുഖാലബത്തി, വഹൈബത്ത് എന്ന് പറഞ്ഞാൽ വഹബിയ്യത്തു മുഖാലബത്തി എന്ന് പറഞ്ഞാല് ഐഖാവു മുഖാലബത്തി ത്വരീഖത്തിഹി ബി മുലാഹലത്തി അളമത്തിഹി, ഹബീബായ നബി തങ്ങളുടെ വണ്ണവൽപ്പ സ്ഥാനങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് തന്നെ നബി തങ്ങളുടെ വഴികൾ എന്തൊക്കെയുണ്ടോ ആ ത്വരീഖത്തിനോട് എതിരാവുന്ന പേടി വേണം. ആ പേടില്ലെങ്കിൽ അപകടം ചെയ്യും. ഇങ്ങനെ നബിനെ കുറിച്ചൊരു പേടി, അനുസരണം, സുന്നത്തെ സഹായിക്കുക, നബിനെയും ദീനൊക്കെ സഹായിക്കാൻ നിർബന്ധമാണ്, വിശ്വസിക്കുക എന്നിത്യാദി കാര്യങ്ങളെ കൊണ്ടാണ് മഹബ്ബത്തുൻ നബി എന്ന് പറയാൻ പറ്റുകയുള്ളൂ എന്നാണ് ചില പണ്ഡിതന്മാരുടെ പക്ഷം. അത് രണ്ടാമത്തെ വ്യാഖ്യാനമാണെങ്കിൽ മൂന്നാമത്തെ വ്യാഖ്യാനം നോക്കൂ. അഖാല ബഅദുഹും, ചില പണ്ഡിതന്മാർ പറയുന്നത് അൽ മഹബ്ബത്തു ദവാമു ദിക്രിൽ മഹബൂബി എന്നാണ്. ഇഷ്ടം വെക്കപ്പെടുന്ന ആളെ പറഞ്ഞുകൊണ്ടേ ഇരിക്കണം, എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണം എന്നാ. അങ്ങനെ ഗുണങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക ഇഷ്ടപ്പെട്ട ആളെ. അങ്ങനെ വരുമ്പോഴാണ് മഹബ്ബത്ത്. അതങ്ങനെ തന്നെയല്ലേ, നമുക്ക് ഇഷ്ടം വെച്ച ഒരാളെ പറ്റി എത്ര പറഞ്ഞാലും മതി വരില്ലല്ലോ, അതിനുവേണ്ടി നമ്മൾ ചെലവഴിക്കുമല്ലോ. അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതാണ് മഹബ്ബത്ത് എന്ന് ചില പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചിട്ടുമുണ്ട്. എന്താ അങ്ങനെ പറയാൻ കാരണം? ലിമ വറദ മിൻ അന്ന മൻ അഹബ്ബ ശൈഅൻ അക്സറ മിൻ ദിക്രിഹി ഹൈസു ലാ യദ്ഹൽ മഹ്ബൂബു അൻ ഫിക്രിഹി ബി തമാമി അംരിഹി. ഇതാണ് പറഞ്ഞതിനർത്ഥം. ഒരു വസ്തുവിനെ ഒരാൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതിനെ പറഞ്ഞുകൊണ്ടും ഓർത്തുകൊണ്ടേയിരിക്കും. ഒരു നിലയിലും ആ ഇഷ്ടപ്പെട്ട വസ്തു അവന്റെ ചിന്തയെ തൊട്ട് ഒരിക്കലും അന്തം വിട്ടു പോകൂല, എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇതാണ് ആ പറഞ്ഞതിന്റെ. അങ്ങനെ ഹദീസിൽ കാണാം. അങ്ങനെ വരുമ്പോൾ മഹബൂബിനെ പറ്റി എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കണം, പുകഴ്ത്തിക്കൊണ്ടിരിക്കണം, ഓർത്തുകൊണ്ടിരിക്കണം. ഇത് മൂന്നാമത്തെ വ്യാഖ്യാനം. നാലാമത്തെ വ്യാഖ്യാനം നോക്കാം. ഫഖാല ബഅദുഹും, ചില പണ്ഡിതന്മാർ പറയുന്നു അൽ മഹബ്ബത്തു അശ്ശൗഖു ഇലൽ മഹബൂബി എന്നാണ്. മഹബ്ബത്ത് എന്ന് പറഞ്ഞാൽ മഹബൂബായ ആളാരാണോ ആ മഹബൂബിലേക്ക് ഇങ്ങനെ പ്രേമിച്ച് ഉള്ളിൽ അത് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുക, വിടാത്ത ലയിക്കുക എന്നാണ്. ഇതും യോജിക്കുമല്ലോ. ഇത് മൂന്നാമത്തെ തഫ്സീർ. നാലാമത്തെ 5. വഖാല ബഅദുഹും, ചില പണ്ഡിതന്മാർ പറയുന്നു എന്ത്? അൽ മഹബ്ബത്തു മുവാതഅത്തുൽ ഖൽബി ലി മുറാദിർ റബ്ബി യുഹിബ്ബു മാ യുഹിബ്ബു യക്റഹു മാ യക്റഹു എന്ന്. റബ്ബിന്റെ ഉദ്ദേശം എന്താണോ ആ ഉദ്ദേശത്തോട് തന്റെ ഹൃദയം യോജിച്ചു വരിക. അപ്പൊ റബ്ബ് ഇഷ്ടപ്പെടുന്നത് അവനും ഇഷ്ടപ്പെടണം, റബ്ബ് വെറുത്തതുമൊക്കെ അവനും വെറുക്കണം. ഇതാണ് മഹബ്ബത്ത്. അതിനല്ലേ നബിനെ കുറിച്ച് അള്ളാഹു തആല ഇഷ്ടപ്പെട്ട ആളല്ലേ. അപ്പൊ നബി നമ്മൾ ഇഷ്ടപ്പെടേണ്ടതുണ്ട്. ഏതെല്ലാം വിധേനയാണോ റബ്ബ് അള്ളാന്റെ നബി ഇഷ്ടപ്പെട്ടത് അതുപോലെ അവൻ ഇഷ്ടപ്പെടണം. അങ്ങനെയാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അതാണ് മഹബ്ബത്ത് എന്ന് പറയുന്നുണ്ട്. 5. 6. വഖാല ആഖറു, വേറെ ചില ആൾക്കാർ പറഞ്ഞത് അൽ മഹബ്ബത്തു, സ്നേഹം എന്ന് പറഞ്ഞാല് മൈറുൽ ഖൽബി ഇലാ മുവാഫിഖിൻ ലഹു എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഖൽബിനോട് എന്താവുക? യോജിച്ചുകൊണ്ട്. ആ മെഹബൂബ് എന്താണോ അത് ആ കൽബിനോടുള്ള യോജിപ്പ് എന്താണോ ആ യോജിക്കുന്നതിലേക്ക് കൽബിൽ ഇങ്ങനെ ചായുക. അപ്പൊ കൽബിന് യോജിച്ചത് എന്താണോ അതിലേക്ക് ചാഞ്ഞുകൊണ്ടിരിക്കല്. അപ്പൊ കൽബിന് യോജിച്ചത് എന്താ? നബിയോടുള്ള ഇഷ്ടമാണോ എന്നോ അതിലേക്ക് ചാഞ്ഞുകൊണ്ടേയിരിക്കണം. അപ്പൊ ചുരുക്കത്തിൽ ഈ 6 വ്യാഖ്യാനം വെച്ച് നോക്കിയാൽ നമ്മുടെ മെഹബൂബായ നബി, ആ നബിന്റെ ഇത്തിബാവിടെ വേണം, നബിന്റെ ഇഷ്ടം നമ്മൾ കൽബില് വേണം, നബിന്റെ സുന്നത്ത് നമ്മൾ പിൻപറ്റേണ്ടതുണ്ട്, നബിന്റെ മാർഗങ്ങൾക്ക് എതിരാവാനും സൂക്ഷിക്കേണ്ടതുണ്ട്, നബിയുള്ള പ്രേം മനസ്സിനകത്തത്തിൽ എപ്പോഴും വേണ്ടതുണ്ട്, നബിയെ സദാസമയം ഓർത്തുകൂടി ഇരിക്കേണ്ടതുണ്ട്, നബിയിലേക്ക് നമ്മുടെ കൽബ് ചായേണ്ടതുണ്ട് എന്ന് 6 കൂട്ടി വായിച്ചാൽ ഇതൊക്കെ വേണ്ടതന്നല്ലേ. എന്തായാലും നബിയെ സ്നേഹിക്കൽ നിർബന്ധമാണ്. മഹബത്തിന്റെ അർത്ഥവും ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. ഇനി മഹബത്തിനെ നമ്മൾ വ്യാഖ്യാനിച്ചു, അതിലുള്ള അഭിപ്രായങ്ങൾ നമ്മൾ കേട്ടല്ലോ. ഇനി നമുക്ക് ഹഖീഖത്തുൽ മഹബത്ത് എന്താ മഹബത്തിന്റെ യഥാർത്ഥം. അപ്പൊ ഡൂബിളി ഉണ്ട്, ഒറിജിനാലിറ്റി. ഡൂബിളി പോട്ടെ, ഒറിജിനാലിറ്റി പറയുകയാണ്. ഹുവ, അത് മൈറുൽ ജിനാൻ ഇലാമാ യുവാഫിഖുൽ ഇൻസാൻ,
മനുഷ്യൻ എന്തിനോട് യോജിക്കുന്നുവോ ആ യോജിക്കുന്ന ഒന്നിലേക്ക് തന്റെ കൽബ് ചായുക. അങ്ങനെ ആ കൽബ് മനുഷ്യനോട് എന്ത് വേണം? ആ കൽബ് യോജിക്കുകയും വേണം. അങ്ങനെ യോജിച്ച് സമ്മേളിച്ച് ഹൃദയവുമായി ബന്ധമുണ്ടാവണം. അങ്ങനെ ഉണ്ടാകുന്ന ഒന്നാണ് ഹഖീഖത്ത്. അഥവാ ഈ മനുഷ്യനോട് കൽബ് യോജിച്ച് ഉണ്ടാകും. ആ മനുഷ്യനിലേക്ക് ആ കൽബ് ചായലും ഉണ്ടാകും. എങ്ങനെയാണത് ഉണ്ടാവല്? പല കാരണങ്ങളും അതിനുണ്ട്. അങ്ങനെ വരുമ്പോഴേ ഹഖീഖത്തുൽ മഹബ്ബത്ത് ഉണ്ടാവുകയുള്ളൂ. അപ്പൊ ഉദാഹരണമായി നമ്മുടെ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് നമ്മുടെ ഇരുലോകത്തിന്റെയും നമ്മുടെ രക്ഷകനായ നായകനായ നമ്മുടെ ഇഷ്ടക്കനിയായ കരളിന്റെ കരളായ മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹബ്ബത്താണല്ലോ. ആ മഹബ്ബത്ത് ഹഖീഖത്ത് നമുക്കുണ്ടോ ഇല്ലേ നമ്മൾ നോക്കേണ്ടത്. അതിവിടെ ചർച്ച ചെയ്യുമ്പോൾ അറിയാം. എന്ത് നോക്കാം? ഇമ്മാലിസ്തിർദാദിഹി, ഒരു പക്ഷേ അയാളെ ഓർത്തുകൊണ്ടിങ്ങനെ ഇരിക്കുമ്പോൾ അയാളെ മനസ്സിലാക്കും തോറും എന്താകും? അയാളിങ്ങനെ ഓർത്തോർത്ത് നല്ലാത്ത രസം കിട്ടിക്കൊണ്ടിരിക്കും. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പെണ്ണിനെടുക്കുക. ഒരു പെണ്ണിനുള്ള പ്രേമം മൂത്ത് കഴിഞ്ഞാൽ ആ പെണ്ണിന്റെ കണ്ണുകള്, ആ പെണ്ണിന്റെ ശരീരങ്ങള്, അവളിങ്ങനെ പറയുക, ഓർത്തുകൊണ്ടിരിക്കുക, എന്തോ ഒരു രസമായിരിക്കും. നമുക്ക് ഓർക്കാതിരിക്കാൻ കഴിയൂലല്ലോ. എന്നതുപോലെ ആ നബിയിലേക്ക് നമ്മുടെ ഹൃദയം ലയിച്ചു. നമ്മളിങ്ങനെ പറഞ്ഞ് പറഞ്ഞ് നബിനെ ഓർത്ത് രസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു പക്ഷേ രസിക്കൽ കാരണം അതുകൊണ്ട് ഉണ്ടായിത്തീരും. അങ്ങനെ വരുമ്പോൾ അതെങ്ങനെ ചോദിച്ചാൽ ഇനി തലതുൽ ഇൻസാനി ബി ഇദ്റാക്കി യമീലുലൈഹി, മനുഷ്യന്റെ കൽബ് ആ മനുഷ്യരിലേക്ക് ഇങ്ങനെ ചാഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ചായാനുള്ള മനുഷ്യനിലേക്ക് ആ കൽബ് ചായാനുള്ള കാരണം എന്താ? അതിനെപ്പറ്റി ഇദ്റാക്ക് ചെയ്തവൻ, ആ ഇദ്റാക്ക് ചെയ്തുകൊണ്ട് അവൻ രസമുണ്ടായി. ആ രസിക്കൽ കൊണ്ടാണ് അവർ മഹബത്ത് വന്നത്. അതിന് ഉദാഹരണം ജമീല, നല്ലൊരു കാണാൻ അഴകുള്ളൊരു ജീവി. അത് മനുഷ്യരുണ്ടാവാം, മറ്റു ജീവജാലങ്ങൾ ഉണ്ടാവാം, സസ്യങ്ങൾ ഉണ്ടാവാം, കല്ലുകളിലുണ്ടാവാം, മരങ്ങളിലുണ്ടാവാം. നമുക്ക് കാണാൻ കൗതുകമുള്ള ഒന്ന്. അത് കാണാൻ കൗതുകമുണ്ടാവുമ്പോൾ ആ കൗതുകം ഉള്ളതോടുകൂടി നമുക്കത് കാണാൻ രസമുണ്ടാവും. അതിലേക്ക് കൽബ് ചാഞ്ഞിനെ ഇങ്ങനെ ഹൃദയം അതിലേക്ക് ചായാം. ഒന്നേ. അതുപോലെ തന്നെ നമുക്ക് നല്ല രുചികരമായ ഭക്ഷണം, അതിലേക്കും നമ്മുടെ കൽബ് എന്തൊരു രസം എന്ന് പറയില്ലേ. അശ്രിബത്തിൽ ലതീത, നല്ല രസകരമായ കുടിപാന്യം, അതിന് രസം പറയാൻ കഴിയില്ല. അതിനോട് വലിയൊരു താല്പര്യം, അതിലേക്ക് വല്ലാത്തൊരു ആശ. അതുപോലെ തന്നെ അതിനോട് സാദൃശ്യമായി നിൽക്കുന്ന സുഗന്ധമായൊരു വാസന, തൊട്ടാൽ നല്ല നിമിഷം, നല്ല സുഖം, ഇതിലേക്കൊക്കെ നമ്മുടെ കൽബുകൾ ഇങ്ങനെ ചാഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അതിലുള്ളതായിരിക്കുന്ന രസങ്ങൾ പല വിധങ്ങളിലാണ്. കാണാൻ അഴകുണ്ടാവുക, തൊട്ട നിമിഷം ഉണ്ടാവുക, രുചിക്കാൻ ഭക്ഷണം രുചി ഉണ്ടാവുക, സന്തോഷം ഉണ്ടാവുക എന്നിത്യാദി പല കാരണങ്ങളും അതിലുണ്ടാവും. അങ്ങനെ വരുമ്പോഴാണ് അതിനുള്ള സ്നേഹം വന്നുകൊണ്ടിരിക്കുന്നത്. ആ സ്നേഹത്തിന്റെ കാരണം ഇസ്തിൽദാദാകുന്നു. മനസ്സിലായല്ലോ? അതുപോലെ ഒന്നിരിക്കൽ ഔൽ ഇസ്തിൽദാദിഹി ബിഇദ്റാകിഹി ബിഹാസത്തി അഖ്ലിഹി വഖൽബിഹി മആനിയ ബാത്തിനത്തു ശരീഹ, ഒരുപക്ഷെ തന്റെ ഉള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന ഉന്നതമായിരിക്കുന്ന ഒരു ആശയമുണ്ട്. ആ ഒരു ആശയത്തെ തന്റെ ബുദ്ധിയും ഹൃദയവും വെച്ചുകൊണ്ട് മനസ്സിലാക്കിയെടുത്തു. അത് കാണാൻ കഴിയൂല, തൊടാൻ കഴിയൂല. അത് പഞ്ചേന്ദ്രിയപ്പെട്ട കൽബുമായി ബന്ധപ്പെട്ട ഒരു അറിവാണ്. അത് മനസ്സിലാക്കിയെടുത്തപ്പോ അതിനാൽ വന്നൊരു രസമുണ്ട് അവിടെ. ആ രസമുള്ളത് കൊണ്ട് എന്താവാം? അവിടെ ഇഷ്ടം വരാം. അതിന്റെ ഉദാഹരണം എങ്ങനെയൊക്കെ? ഹുബ്ബി സ്വാലിഹീന മിനൽ അംബിയായി വൽ ഔലിയായി വൽ ഉലമായി വസ്സുഹദായി വഅഹ്ലുൽ മഅറൂഫി വൽ മഅസൂരി അൻഹും സിയറുൽ ജമീല വൽ അഫ്അൽ ഹസനത്തി വൽ അഖ്വാൽ മുസ്തഹസനത്തി, നല്ല നല്ല വാക്കുകൾ, നല്ല കർമ്മങ്ങൾ, നല്ലതായിരിക്കും നടപടിക്രമങ്ങൾ, ഇതിന് നല്ലതുകൊണ്ട് കൽപ്പിക്കുന്ന ആൾക്കാര്, സജ്ജനങ്ങൾ, സുഹദാക്കള്, പണ്ഡിതന്മാര്, അമ്പിയാക്കൾ, ഔലിയാക്കൾ, ഇവരോടൊക്കെ നമ്മൾ ഇഷ്ടം വെക്കുന്നത് എന്തുകൊണ്ടാണ്? അവരോട് അവരെ ഒരാശയം നമ്മൾ മനസ്സിലാക്കി അവർക്ക് നല്ലവരാണ്, സ്വലാഹിയത്തുണ്ട് അവർക്ക്, അവരാണ് നമ്മുടെ രക്ഷകർ എന്നൊരാശയം നമ്മുടെ കയ്യിലുണ്ട്. ഇത് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ അങ്ങനെ അവർ ഇഷ്ടം വെക്കുകയാണ്. നമുക്ക് അവരെ കൊണ്ട് ഗുണമുണ്ട്, അവരെ കൊണ്ട് നേട്ടങ്ങളുണ്ട്, ഇഹപര വിജയത്തിലും അവർ പങ്കുണ്ട്, സന്മാർഗത്തിലും അവരെ കൊണ്ട് നേട്ടമുണ്ട്, കാണാൻ ചന്തമുണ്ട്, രസിക്കാനും കേൾക്കാനും നല്ലതായ ചരിത്രം പോലെ കയ്യിലുണ്ട്. ഓരോ വാക്കുകളും ദിക്റുകളും കേട്ടാൽ അതും നല്ല ആനന്ദകരമാണ്.
ഇങ്ങനെ മനസ്സിന്റെ അകത്ത് കുളിർമയേകുന്ന, കണ്ണഞ്ചിപ്പിക്കുന്ന, ആനന്ദിക്കാൻ പറ്റുന്ന പല രസങ്ങളും മനുഷ്യ ഹൃദയത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആരെയാണ് ഓർക്കുന്നതിൽ അയാളിലേക്ക് നമ്മുടെ ഹൃദയം ചാഞ്ഞുകൊണ്ടേയിരിക്കും, അതിലേക്ക് വന്നുകൊണ്ടേയിരിക്കും, അയാൾ ഇഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇങ്ങനെയുള്ള പല കാരണങ്ങളെ കൊണ്ട് മഹബത്ത് വരും. ഇങ്ങനെയാണ് മഹബത്തിന്റെ ഹഖീഖത്ത് ഉണ്ടാവുക. ഇങ്ങനെ കാരണങ്ങൾ വിശദീകരിക്കുമ്പോൾ ഇതെല്ലാം ഒത്തിണങ്ങിയ ആള് ആരുണ്ട്, അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്.